PM ശ്രീ എന്ന പദ്ധതി വലിച്ചു ചവട്ടുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയും. ആദ്യം PM ശ്രീ അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞു. അധികാരത്തിലെത്തിയപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമ്മളെല്ലാവരും കാണുന്നു. അറബിക്കടലിൽ കൊണ്ടുപോയിട്ട് പിന്നെ സർക്കാരിന് കരാർ അറിയാൻ പറ്റുമോ? അതൊക്കെ ടെക്നിക്കൽ പ്രസംഗത്തിൽ അങ്ങനെ വാഗ്ദാനങ്ങളും പ്രഖ്യാപനങ്ങളും മാത്രമല്ല, പ്രാവർത്തികമാക്കാൻ കഴിയുന്ന പ്രായോഗിക നിലപാടുകളാണ്, പ്രാവർത്തികമാക്കുന്ന പ്രായോഗിക നിലപാടുകളാണ് പ്രധാനം എന്നുള്ളതാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ. അതുകൊണ്ട് ജീവിതം കൊണ്ട് പ്രാവർത്തികമാക്കുക, നിലപാടുകൾ കൊണ്ട് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. മഹാനായ പ്രവാചകൻ ശുഐബ് നബി അലൈഹിസ്സലാമയുടെ വർത്തമാനങ്ങൾ വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന്റെ ജനതയോട് പറയാണ്, വമാ ഉരീദു അൻ നുഖാലിഫകും ഇലാ മാ അൻഹാകും അൻഹു. ഏത് കാര്യത്തിൽ നിന്നാണോ ഞാൻ നിങ്ങളെ വിലക്കുന്നത് അതേ കാര്യം ചെയ്യുന്നവനായി ഞാൻ ഉണ്ടാവില്ല. നിങ്ങളെ വിലക്കുന്ന കാര്യം തന്നെ പ്രവർത്തിക്കുന്നവനല്ല ഞാൻ. അങ്ങനെ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളുമായി എതിരായിക്കൊണ്ട് ഞാൻ നിങ്ങളോട് വിരോധിക്കുന്ന കാര്യങ്ങൾ സ്വയം പ്രവർത്തിക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതൊരു പ്രവാചകന്റെ മാത്രം വാക്കല്ല, ഇത് മുഴുവൻ പ്രവാചകന്മാരുടെയും നിലപാടാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, വാക്കും പ്രവൃത്തിയും ഒന്നായി, ജീവിതം കൊണ്ട് മാതൃകയായി, തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധിക്കുന്ന ഇച്ഛാശക്തിയുള്ളവർക്ക് മാത്രമേ ആധുനിക ജാഹിലിയത്തിന്റെ അക്രമങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, കഴിഞ്ഞ ആഴ്ച നാം സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യത്തിന്റെ വ്യവസ്ഥിതിയുടെ തകരാറുകൾക്കെതിരെ യുവത നടത്തിയ വലിയ മുന്നേറ്റം വിജയത്തിലെത്തിയ സന്ദർഭത്തിലാണ് നാം ഉള്ളത്.